പുതിയ ജനറൽ സെക്രട്ടറിയെ കാത്തി CPIM. നാളെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുമെന്ന് MA ബേബി പറഞ്ഞു. MA ബേബിയും അശോക് ധാവ്ലെയുമാണ് സെക്രട്ടറിയാകാൻ സാധ്യത. നാളെ തീരുമാനിക്കുന്നത്. നാളെ രാവിലെ തീരുമാനിക്കും. നാളെ രാവിലെ 9:30. അതിനുശേഷം തീരുമാനമെടുക്കും. ധാരണ ഉണ്ടാവേണ്ടതാണല്ലോ. ഒരു ധാരണയുണ്ട്. നാളെ പ്രായപരിധിയിലൊരു ഇളവിന്റെ കാര്യത്തിൽ നാളെയുള്ള നാളെ തീരുമാനം. റഷീദ് ചേരും വിവരങ്ങളുമായി. റഹീഷ്, എന്തായാലും പോളിറ്റ് ബ്യൂറോ പൂർത്തിയായിരിക്കുന്നു. പുതിയ ജനറൽ സെക്രട്ടറി അറിയാൻ നാളെ രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരുമല്ലേ? ആര്യ, പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം MA ബേബി എല്ലാം നാളെ തീരുമാനിക്കും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ പുതിയ ജനറൽ സെക്രട്ടറി ആരാണ് എന്ന കാര്യത്തിൽ ധാരണ ഉണ്ടായതായാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രായപരിധിയിൽ ഇളവിൻ്റെ കാര്യത്തിലും ധാരണ ഉണ്ടായതായി തന്നെ മനസ്സിലാക്കുന്നു. ഇളവുണ്ടാവില്ല എന്ന സൂചനയാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ അടുത്ത നേരം നീണ്ടുനിന്ന പോളിറ്റ് ബ്യൂറോ യോഗമാണ് ആരാണ് പാർട്ടിയെ ഇനി കേന്ദ്രത്തിൽ നയിക്കുക എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ മിനിറ്റിൽ 2 മണിക്കൂറിൽ ഏതാണ്ട് 10-20 മിനിറ്റ് സംഘടനാ റിപ്പോർട്ടിന്മേൽ നാളെ BV രാഘവലു നൽകുന്ന മറുപടി സംബന്ധിച്ച ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു 20 മിനിറ്റ് ആ ചർച്ച അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് പോളിറ്റ് ബ്യൂറോയിൽ ആർക്കെങ്കിലും ഇളവ് കൊടുക്കണോ, പുതുതായി ആരൊക്കെ വരും, ജനറൽ സെക്രട്ടറി ആരാകും എന്ന കാര്യത്തിലുള്ള നിർണായകമായ ചർച്ചകൾ നടന്നത്. അതൊരു ധാരണയായി പിരിഞ്ഞതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MA ബേബി അല്ലെങ്കിൽ അശോക് ധാവ്ല, ഇവർക്ക് 2 പേർക്കുമാണ് കൂടുതൽ സാധ്യതകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MA ബേബിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഓപ്ഷൻ MA ബേബി ആയിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാൾ MA ബേബിക്ക് അനുകൂലമായ ഒരു നിലപാടല്ല തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്ന് അവിടെ നിന്നുള്ള PB അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അശോക് ധാവ്ലയെ സംബന്ധിച്ച് കേരള നേതൃത്വം ധാവ്ലയ്ക്ക് പിന്തുണ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ധാവ്ല ഇപ്പോൾ KRAയിൽ ഉദാഹരണമായി എടുത്താൽ KRAയിലിന് എതിരായ നിലപാട് ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലെ ഒരംഗമാണ് അശോക് ധാവ്ല. ഒപ്പം മുഖ്യമന്ത്രി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ സ്വകാര്യ പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരുപക്ഷെ കഴിയാതിരിക്കുന്ന ഒരു നേതാവായിരിക്കും ധാവ്ല. KRAയിലിൻ്റെ കാര്യം പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അവിടെയുള്ള സ്പീഡ് റെയിലിനെതിരെ സമരരംഗത്ത് മുൻപന്തിയിൽ നിന്ന ഒരു നേതാവ് കൂടിയാണ് ധാവ്ല എന്ന് മാത്രമല്ല, ഇടക്കാലത്ത് യെച്ചൂരി പ്രകാശ് കാരാട്ട് ശീതസമരം നടക്കുന്ന സമയത്ത് യെച്ചൂരിക്കൊപ്പം അടിയുറച്ചു നിന്ന നേതാവ് കൂടിയാണ് അശോക് ധാവ്ല. സ്വാഭാവികമായും കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കാരാട്ടിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പിന്തുണ. മറ്റൊരു കാര്യം, പ്രായപരിധി ഇളവ് സംബന്ധിച്ച് ഇന്ന് ചേർന്ന PBയിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? പ്രായപരിധി ഇളവ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് പോളിറ്റ് ബ്യൂറോ എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പ്രായപരിധി ഇളവ് കിട്ടുമെന്ന് കരുതുന്ന ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറോട് യോഗത്തിന് ശേഷം സംസാരിച്ചിരുന്നു. അപ്പോൾ എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് വ്യക്തിപരമായി അവർ നൽകിയത്. പക്ഷേ അവർക്ക് ഇളവില്ല എന്നതാണോ ഉദ്ദേശിച്ചത്, അതോ മൊത്തത്തിൽ ആർക്കും ഇളവില്ല എന്നതാണോ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് അടുത്ത മിനിറ്റുകളിൽ മാത്രമേ ഒരു വ്യക്തത വരൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോളിറ്റ് ബ്യൂറോ അംഗമായ കഴിഞ്ഞ തവണ ഇളവ് കിട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇളവ് മണിക് സർക്കാരിന് ഇളവ് കൊടുത്ത് പോളിറ്റ് ബ്യൂറോയിൽ നിർത്തുമോ, വൃന്ദ കാരാട്ടിനും പ്രകാശ് കാരാട്ടിനും ഇളവ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. സൂര്യകാന്ത് മിശ്രയും തമിഴ്നാട്ടിലുള്ള PB അംഗവും അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ സുഭാഷിണി അലി അടക്കമുള്ള ആളുകൾക്ക് ഇളവുണ്ടാകില്ല എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ പുതിയ PBയിൽ ആരൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സംസ്ഥാനത്തിലാണ് പ്രാതിനിധ്യം എന്നതടക്കമുള്ള PBയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഇന്ന് രാത്രി തന്നെ ഇന്ന് അല്പസമയം മുമ്പ് ചേർന്ന യോഗത്തിൽ തന്നെ ധാരണയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായ ധാരണ റിപ്പോർട്ട് ചെയ്യുകയും അത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും നാളത്തെ സമ്മേളന നടപടികൾ തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. നാളെ 11 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക.
അവസാനിപ്പിക്കുക. അതുവരെ CCയും PBയും കൂടാനുള്ള ഒരു സമയമാണ്. പ്രതിനിധി സമ്മേളനം തുടങ്ങിയ സമയത്ത് നാളെ സംഭവിക്കുന്നത് BV രാഘവലു സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് മറുപടി നൽകുകയാണ് ചെയ്യുക. അതിനുശേഷം സമ്മേളന പ്രതിനിധികളെ, പോളിറ്റ് ബ്യൂറോ അംഗത്തെ, ഒപ്പം ജനറൽ സെക്രട്ടറിയെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് പോകും. ഉച്ചയോടുകൂടി തന്നെ ഇത് പൂർത്തിയാവുകയും ചെയ്യും. ആര്യ, ഓക്കെ, നാളെ രാവിലെ 9 മണിക്കാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.